നമുക്കിന്ന് ഉന്നക്കായ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 6 പഴം എടുത്ത് വേവിച്ച് നമ്മൾ നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട്. 4 മുട്ട എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് മുട്ട ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ചിക്കി എടുക്കുന്നുണ്ട്. നല്ല സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ നെയ്യിട്ടിട്ട് കാഷ്യൂ ആഡ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കുക. നമ്മൾ പഴം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. നമ്മളിപ്പോൾ ഓയിലിൻ്റെ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അടയുടെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഉന്നക്കായ സാധാരണ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. കയ്യിൽ വെച്ചിങ്ങനെ പരത്തി ഒതുക്കിയെടുക്കണം. ആ ഒരു ഷേപ്പിലുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ സിമ്പിളാക്കി എടുക്കുക. ഞാനും ഉമ്മയും ചെയ്തപ്പോൾ കണ്ട വ്യത്യാസം വന്നത് നമ്മൾ പല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ.